പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തള്ളുക, അവരെ കൊന്നുകൊണ്ട് ധീരത വ്യക്തമാക്കുക. ഇതാണ് ഇസ്രായേൽ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ യുദ്ധം തുടങ്ങി 6 മാസമായിട്ടും ഹമാസ് പോരാളികളിൽ പ്രധാനികളെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം പാവങ്ങളെ കൊന്നു തള്ളുന്നു. 150ഓളം പാവങ്ങളെയാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ കൊന്ന് തള്ളിയത്. വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖാൻ യൂനിസിലും ഒക്കെയുള്ള അഭയാർത്ഥികളെ, അന്നത്തിനു വേണ്ടി റമദാൻ മാസത്തിൽ അന്നത്തിനു വേണ്ടി കാത്ത് നിന്നവരെ, നൊയമ്പ് തുറക്കാൻ കാത്ത് നിന്നവരെ, അവരെ കൊന്നു തള്ളിക്കൊണ്ട് 150ഓളം പേരെ കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ക്രൂരത വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേൽ പാവങ്ങളെ കൊന്നു തള്ളുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ വിരുദ്ധർ, ഇസ്രായേലിനെ എതിർക്കുന്നവർ. അതിൽ പ്രധാനം ഹൂത്തികളാണ്. ഹൂത്തികൾക്ക് അമേരിക്കയും ബ്രിട്ടനും ഒന്നും പ്രശ്നമല്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയും ബ്രിട്ടനും ഒന്നും അവർക്ക് പ്രശ്നമല്ല. അവർ അവരുടേതായ രീതിയിൽ, അവരുടേതായ ശൈലിയിൽ ആക്രമണം നടത്തുന്നു. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവർക്ക് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒക്കെ അവർ പുല്ലുവിലയാണ് നൽകുന്നത്. ചെങ്കടലിലൂടെ അമേരിക്കൻ കപ്പലുകളും നാറ്റോ രാജ്യങ്ങളുടെ കപ്പലുകളും പോകില്ല എന്നത് ഉറപ്പായി. മാത്രമല്ല, റമദാൻ നൊയമ്പിന് വേണ്ടി കാത്തുനിന്ന, നൊയമ്പ് തുറക്കാൻ വേണ്ടി കാത്തുനിന്ന 150 പേരെ കൊന്നതിൽ പ്രതിഷേധിച്ച് ഹിസ്ബുള്ള വമ്പൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. ഇസ്രായേലിന് ഇതിന് തിരിച്ചടി കൊടുക്കും എന്ന് ഹിസ്ബുള്ള അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ തിരിച്ചടി മാരകമായിരിക്കും എന്നും ഹിസ്ബുള്ള പറഞ്ഞു. അങ്ങനെ ഹിസ്ബുള്ള ശക്തമായ രീതിയിൽ, ശക്തമായ ശൈലിയിൽ, ശക്തമായ സ്വഭാവത്തിൽ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണ്. ഏത് നിമിഷവും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകും. ഹമാസും തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ്. തിരിച്ചടി തങ്ങൾ സ്വാഭാവികമായും നടത്തുമെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ 3 ചുറ്റിൽ നിന്നും തിരിച്ചടി ഉണ്ടാകും എന്നത് ഉറപ്പാണ്. കാരണം നൊയമ്പ് തുറക്കാൻ വേണ്ടി കാത്തുനിന്ന മുസ്ലിങ്ങളെയാണ് കൊന്ന് ഒടുക്കിയത്. പിഞ്ചു കുട്ടികളടക്കം കൊല്ലപ്പെട്ടു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ഇസ്രായേൽ സേനയ്ക്ക്, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു രസമുണ്ടെന്ന് തോന്നുന്നു, ഒരുതരം മാനസിക വൈകൃതമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ എങ്ങനെ തോന്നും? കുട്ടികളുടെ കൈകാലുകൾ ഛേദിക്കാൻ എങ്ങനെ തോന്നും ബോംബേറിൽ? കുട്ടികളെന്താ ഹമാസ് പോരാളികളാണോ? വല്ലാത്ത ഒരു ക്രൂരതയാണ്. ആ ക്രൂരത സഹിക്കാൻ പറ്റാത്ത ക്രൂരതയാണ്. എന്തായാലും കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കി 150 പേരെ കൊന്നുകൊണ്ട് വീണ്ടും ക്രൂരതയുടെ ഇടനാഴി തുറന്നിരിക്കുന്നു ഇസ്രായേൽ. അതിന് തിരിച്ചടി മാരകമാകുമെന്ന് മൂവരും, ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഉറപ്പ് നൽകിയിരിക്കുന്നു, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തിരിച്ചടി മാരകമാകും എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ആ മാരകമായ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും യുദ്ധം വീണ്ടും മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. റമദാൻ മാസത്തിൽ ഇസ്രായേലിനെ തീർക്കുമെന്ന് ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റമദാൻ മാസത്തിൽ യുദ്ധം രൂക്ഷമാക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. നൊയമ്പ് നോക്കുന്ന മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതോടുകൂടി ഇനി യുദ്ധം വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാകും ഇസ്രായേലിനുള്ളിൽ. മാത്രമല്ല, ഇസ്രായേലിലേക്ക് ഇരച്ചു കയറാൻ കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും.